യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗത്സമനയിൽ, വേദനകളുടെ രാത്രിയിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവിന് കൂട്ടായി ഉണ്ടായിരുന്നത് പ്രാർത്ഥനയാകുന്ന പാറയായിരുന്നു. അതുകൊണ്ടാവണം പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവേൻ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് അവൻ പറയുന്നതും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും നമ്മെ വീഴ്ത്താൻ കെൽപ്പുള്ള അന്ധകാര ശക്തികൾക്കെതിരെ പോരാടാൻ, പതിയിരിക്കുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കർത്താവിൻ്റെ ആയുധങ്ങൾ നാം സ്വീകരിച്ചേ മതിയാകൂ. ആത്മീയ യുദ്ധത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് കാരസ് ഭവൻ ഡയറക്ടർ റെവറൻഡ് ഫാദർ കുര്യൻ കാരിക്കലാണ്. ദൈവവചനം ശ്രവിക്കാൻ നമുക്ക് കാതോർക്കാം. പ്രൈസ് ദി ലോർഡ്. വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മീയ സമരത്തെ നിസ്സാരമായി കാണരുത് എന്നതിനെക്കുറിച്ചാണ്. അതിലേക്ക് വരും മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. 1 സാമുവേൽ 15-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം പറയുന്നത്, കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ കർത്താവ് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ സാവൂളിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. വചനം നമ്മൾ തിരസ്കരിച്ചാൽ ദൈവം നമ്മയും തിരസ്കരിക്കും. വചനം തിരസ്കരിക്കപ്പെടാതെ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കപ്പെടുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. വചനം പ്രഘോഷിക്കുവാനും വചനം ശ്രവിക്കുവാനും വചനം ഗ്രഹിക്കുവാനും ആ വചനത്തിന് വേണ്ടതുപോലെ പ്രത്യുത്തരം നൽകുവാനും വേണ്ട അഭിഷേകവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബോധവാന്മാരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സമരത്തിലാണ്. ആത്മീയ സമരം, ഇംഗ്ലീഷിൽ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയും. ഈ ഒരു കാര്യം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1-2 വചനഭാഗങ്ങൾ ഇക്കാര്യം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. എഫേസസ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് വളരെ വളരെ സുപരിചിതമായിരിക്കാം. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുക. പൗലോസ്ലീഹ പറയുന്നത് നമ്മളൊരു ആത്മീയ സമരത്തിലാണ്. അതാണ് അതിൻ്റെ തലക്കെട്ടായിട്ട് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് പോലും, ആത്മീയ സമരം. വീണ്ടും
2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം വായിച്ചാൽ നമ്മളൊരു യുദ്ധത്തിലാണെന്നും ഈ യുദ്ധത്തിന് വേണ്ടത് ആത്മീയമായിട്ടുള്ള ആയുധങ്ങളാണെന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ സമരം ഗൗരവപൂർവം എടുക്കാത്തവർ വളരെ വലിയ പ്രശ്നത്തിൽ ചെന്ന് നിപതിക്കാം എന്നുള്ളത് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-8 വചനങ്ങൾ ഇക്കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. 1-2 സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്നാമത്തെ സംഭവം, പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെക്കുറിച്ച് അവൻ്റെ അമ്മയും അപ്പനും ഒരുപോലെ പറഞ്ഞൊരു കാര്യം. അച്ഛാ, ഇവൻ എന്നാണ് ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ഇവൻ്റെ പഠനം ഒന്ന് പൂർത്തിയാക്കാൻ പോകുന്നത്? ഇവൻ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഇവൻ്റെ പഠനം കഴിഞ്ഞ് അവന് ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു. അവന് സീരിയസ്നെസ് ഇല്ല. ഗൗരവപൂർവം അവനിത് എടുക്കാത്തത് കൊണ്ടാണ് അവൻ്റെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ പോകുന്നത്. മറ്റൊരു സംഭവം, ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ ഭർത്താവും അവളുടെ അമ്മയും ഒരുപോലെ പറഞ്ഞൊരു കാര്യം. അച്ഛാ, 2 പ്രാവശ്യം അബോർഷനായ വ്യക്തിയാണ് ഇവള്. എന്നിട്ടും ഗൗരവപൂർവം എടുക്കുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും ഗർഭിണിയായിരുന്നു. ഗൗരവപൂർവം എടുക്കുന്നില്ല. 2 പ്രാവശ്യത്തെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും അവൾ കുറച്ചുകൂടെ സീരിയസ് ആകണ്ടയോ? അതാണ് അവർ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇതിനേക്കാളൊക്കെ എത്ര ഗൗരവപൂർവം നമ്മൾ എടുക്കേണ്ടതാണ് നമ്മുടെ ആത്മീയ സമരം. അല്ല എങ്കിൽ നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കൊരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമരത്തിൽ നാം വിജയിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് കർത്താവിൽ കരുത്തുള്ളവരായിരിക്കാൻ കഴിയണം. നമുക്ക് വേണമെങ്കിൽ ആരോഗ്യമില്ലാതെ, ആത്മീയതയില്ലാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാം. ആത്മീയതയും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എന്നാൽ എഫേസസ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ പ്രത്യേകിച്ച് 12-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ കരുത്തുള്ളവരായിരിക്കുവിൻ. ഈ കരുത്ത് നമുക്കുണ്ടാകണമെങ്കിൽ വേണ്ടതുപോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വേണ്ടതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നവരായിരിക്കണം. സ്ഥിരമായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കുന്നവരായിരിക്കണം. കൂടെ കൂടെ കുമ്പസാരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ, സൽപ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് കർത്താവിൽ കരുത്തുള്ളവരാകാൻ നമുക്ക് സാധിക്കുക. പൗലോസ് പറയാണ്, നാം ഓരോരുത്തരും ദൈവമക്കളായ നമ്മൾ ഈ ആത്മീയ സമരത്തിൽ വിജയിക്കേണ്ടതിന് കർത്താവിൽ കരുത്തുള്ളവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം, പാപരഹിത ജീവിതം നയിക്കുന്നവർക്കാണ് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുക. നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ. മറ്റെന്തിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപരഹിത ജീവിതം നയിക്കുക. പാപങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, യാക്കോസ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ട്
അത് ചെയ്യാതിരിക്കുന്നവർ പാപം ചെയ്യുന്നു എന്നാണ്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പോലും പാപമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച്, ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് എത്ര ഗൗരവമുള്ള പാപമായിട്ട് നമ്മൾ കാണണം. വചനം പറയുകയാണ്, ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപരഹിത ജീവിതം നയിക്കുക. പാപജീവിതം തുടരുകയും കുറച്ച് സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാൻ നോക്കാം എന്നുള്ള ആ ഒരു രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് പാപങ്ങൾ ഒഴിവാക്കി ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമം, അതാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം ഏറ്റവും കൂടുതൽ വില നൽകുന്നത്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ തെറ്റ് വരാതിരിക്കാൻ, വീഴ്ച വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ പാപങ്ങൾ പോലും ഒഴിവാക്കി ജീവിക്കുവാനുള്ള ആ വലിയൊരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുക. തീമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം, ഈ ലേഖനങ്ങളെല്ലാം വായിച്ചാൽ പൗലോസ് ശ്ലീഹ ഒത്തിരി വെയിറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സൽപ്രവൃത്തികളിൽ സമ്പന്നരാവുക. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കണം. സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാൻ മറ്റുള്ളവരെ നിങ്ങൾ പഠിപ്പിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഒരു നല്ല അധ്യാപകനായി മാറുക. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഭയപ്പെടാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകനും അതുപോലെ തന്നെ ജോഷുവ പ്രവാചകനുമൊക്കെ ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം വളരെ വ്യക്തമാണ്. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം. ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞത്, നീ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഭയപ്പെടാതിരിക്കുക. നീ ഭയപ്പെടാതിരുന്നാൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. ജോഷുവ പ്രവാചകനും ഇതേ സന്ദേശം ദൈവം നൽകുന്നത് കാണാൻ സാധിക്കും. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നീ ഭയപ്പെടാതിരുന്നാൽ മതി, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. നിന്നോട് ചേർന്ന് നിന്ന് ഞാൻ യുദ്ധം ചെയ്യും. ഭയപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നത് നിശ്ചയമായിട്ടും അവർ കണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭരിക്കേണ്ടത് ഭയമല്ല, നമ്മളെ നയിക്കേണ്ടത് വിശ്വാസമാണ്. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ വരില്ല. 5-ാമതായിട്ട് പൗലോസ് ശ്ലീഹ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവിനെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായും ശക്തമായും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, പൗലോസ് ശ്ലീഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി പടയാളിയാണ്. ക്രിസ്ത്യൻ ഈസ് എ സോൾജിയർ. ഒരു ക്രിസ്ത്യാനി പടയാളിയാണ്, ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പടയാളിയെ പോലെ ആയുധങ്ങളെടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എഫേസസ് 6-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള ഈ വചനഭാഗത്തിൽ തന്നെ 6 ആയുധങ്ങളെക്കുറിച്ച് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പടയാളി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ധരിക്കുന്ന പല കാര്യങ്ങളോട് ഉപമിച്ചുകൊണ്ടാണ് ഈ വലിയ സന്ദേശം പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുക. 1-ാമത്തെ കാര്യം, സത്യം കൊണ്ട്
അരമുറുക്കുക. എന്ന് പറഞ്ഞാൽ സത്യം നമുക്ക് ബെൽറ്റായിട്ട് മാറണം. നമ്മൾ പാൻറ് ഇട്ടിട്ടാണെങ്കിലും മറ്റേ ചിലർ മുണ്ടെടുത്തിട്ടാണെങ്കിലും അത് ബെൽറ്റ് കൊണ്ട് മുറുക്കാറുണ്ട്. കാരണം ആ വസ്ത്രധാരണം കുറച്ചുകൂടി നമുക്ക് സുരക്ഷിതമായിരിക്കാൻ ബെൽറ്റ് കൊണ്ട് നമ്മുടെ പാൻറ്റിനെ നമ്മൾ മുറുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സത്യം കൊണ്ട് നമ്മൾ മുറുക്കിയിരിക്കണം. നമുക്കാണെന്ന് വിചാരിക്കും പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടുത്തെ കാതലായ സന്ദേശം, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം കൈവിടരുത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും എതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മരിക്കേണ്ടി വന്നാൽ പോലും ഞാനൊരു നുണ പറയില്ല, മരിക്കേണ്ടി വന്നാൽ പോലും ഒരസത്യത്തിലേക്ക് ഞാൻ പോകില്ല എന്ന് പറയാൻ സാധിക്കുന്നവരാണ് യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകുന്നവർ. അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് പടപൊരുതും. ഒരു വീരയോദ്ധാവിനെ പോലെ അവരുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരുവാൻ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, നീതിയുടെ കവചം ധരിക്കുക. കവചം നമുക്കറിയാം, അതൊരു ഉറയാണ്. നമ്മളാണെങ്കിലും പലപ്പോഴും പേപ്പർ, പ്രധാനപ്പെട്ട ചില പേപ്പർ ലാമിനേറ്റ് ചെയ്യും. ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം വീണാലും ചെളി പറ്റിയാലും നമുക്ക് ആ പേപ്പർ നഷ്ടപ്പെടാതെ ഇരിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ നീതിയുടെ കവചം നമ്മൾ ധരിക്കണം. പ്രിയപ്പെട്ടവർ, നമ്മൾ സങ്കീർത്തനം 112 6 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോയാൽ നീതിമാന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കൾ അവൻ്റെ ചുറ്റും ഉയരുമ്പോഴും അവന് കുലുങ്ങാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അവന് തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നീതിമാന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരൊറ്റ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നീതിയുടെ കവചം നമ്മൾ ധരിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സമാധാനം. അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഷൂസിനോടാണ്. ചെരുപ്പ്, ഷൂസ്, ഇതൊക്കെ നമ്മൾ ധരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ കാല് സുരക്ഷിതമായിരിക്കും. നമ്മൾ മുള്ളിൻ്റെ പുറത്തൂടെ പോയാലും ചെളിയുടെ പുറത്തൂടെ നടന്നാലും നമ്മുടെ കാലിൽ ചെളി പറ്റാതെ മുറിവേൽക്കാതിരിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ സമാധാനം നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ പഠിച്ച, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പഠിച്ച വ്യക്തികൾക്ക് സമാധാനം കെടുത്തുന്ന രീതിയിൽ പലരും പ്രവർത്തിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. സമാധാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും അവർക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. എങ്കിൽ ഈ സമാധാനം കർത്താവിന് മാത്രം നൽകാൻ പറ്റുന്ന ശാശ്വതമായ ഈ സമാധാനം നമ്മളെ നയിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം നമ്മുടെ പരിചയമായിട്ട് മാറണം. പലപ്പോഴും ശത്രു നമ്മളെ വെട്ടിവീഴ്ത്താൻ നോക്കുമ്പോൾ പരിചയ നമ്മളെ സഹായിക്കും. അതുപോലെ വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള ആ ദ്രോഹമേൽക്കാതിരിക്കാൻ അതവരെ സഹായിക്കും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വചനം നൽകുന്ന സന്ദേശം, വിശ്വാസം കൂടാതെ നമുക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. 5-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, രക്ഷ ഒരു പടത്തൊപ്പി പോലെ നമ്മൾ അണിയണം. യേശുക്രിസ്തുവിലുള്ള രക്ഷ നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും യാത്രയിൽ അപകടമുണ്ടാകാതിരിക്കാൻ നിർബന്ധപൂർവ്വം പറയാറുള്ളൊരു കാര്യമാണ് ഹെൽമറ്റ്. പ്രത്യേകിച്ച് 2 വീലറിൽ പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുക. യേശുവിലുള്ള രക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ
ആ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ സാധിക്കും. 6-ാമത്തെ ആയുധം വചനമാകുന്ന വാള്. എഫേസസ് 6-ാം അധ്യായം 17-ാമത്തെ വചനം. സാത്താൻ വചനം ഉപയോഗിച്ച് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയപ്പോഴും യേശു വചനം ഉപയോഗിച്ച് അവനെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ സുരക്ഷിതരായിരിക്കുവാൻ, ആത്മീയ സമരത്തിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ആയുധങ്ങളെല്ലാം നമുക്കും ആവശ്യമാണ്. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദാസർ പാടും ആരാധന സ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടും സ്തിരൂപനേശുവേ ആരാധന. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം നാം രുചിച്ചറിയുന്ന സമയമാണ് ഈ പ്രാർത്ഥനയുടെ സമയം, ആരാധനയുടെ സമയം. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, ദൈവത്തിൻ്റെ കാരുണ്യം അളവില്ലാത്തതാണ്. ആ ഒരു വിശ്വാസത്തോടെ ദിവ്യകാരുണ്യനാഥനെ നമുക്കിപ്പോൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുകയുണ്ടായി, നമ്മളൊരു ആത്മീയ സമരത്തിലാണ്. ആരാധനയുടെ സമയത്ത് പോലും ഈ സമരം സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിൽ ഏർപ്പെട്ടാലേ നമുക്ക് ആരാധനയിൽ പോലും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. 2 ടൈപ്പ് ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൂട്ടര് ഉറങ്ങാൻ കിടന്നാൽ അവർക്ക് ഉറക്കം വരുന്നില്ല, എന്നാൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ആ സമയം ഉറങ്ങിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കയറിപ്പറ്റി പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ സാത്താൻ അങ്ങേയറ്റം പരിശ്രമിക്കും. പൗലോസ്ലീഹ ഇക്കാര്യം എഫേസസ് 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഉണർവോടെ ദൈവത്തെ ആരാധിക്കാം, നമുക്ക് തീഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമരത്തിൽ വിജയിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. തിന്മയ്ക്കെതിരെ പടപൊരുതി ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് അല്പസമയം ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാനുള്ള സകല തടസ്സങ്ങളും ഞങ്ങളെ വിട്ടുപോകുവാൻ ഈശോയെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ആത്മീയ സമരത്തിൽ അതിശക്തമായ പ്രലോഭനം നമ്മൾ നേരിടുന്നത് നമ്മുടെ പ്രാർത്ഥന ഉപേക്ഷിക്കാനുള്ള പ്രലോഭനമാണ്. പ്രാർത്ഥന കുറയ്ക്കാനുള്ള പ്രലോഭനം. അതിന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നമുക്ക് സംരക്ഷണം കിട്ടണം, വിശുദ്ധീകരണം ലഭിക്കണം, അഭിഷേകം ലഭിക്കണം. അതിനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തുപോകും. സാത്താൻ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കുറയ്ക്കുക, പാപം ചെയ്യുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ
ആത്മീയ സമരത്തിൽ ആ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ ഒരു കുറവും വരുത്താതെ മാനുഷികമായ എന്തെല്ലാം ചിന്തകൾ വന്നാലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒപ്പം എന്ത് വില കൊടുത്തും പാപത്തെ ഒഴിവാക്കി പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രത്യേക അവസ്ഥകളും ആവശ്യങ്ങളും എല്ലാം ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ഉയർത്തി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ പ്രിയ മക്കൾക്കായി വൈദികരായ ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ നേരിടുന്ന സകല തടസ്സങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ മേഖലയിൽ ആത്മീയമായിട്ട് ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ചിട്ടും അവിടെയെല്ലാം ഈ മക്കൾ നേരിടുന്ന സകല തടസ്സങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ. അന്ധകാര ശക്തി തന്ത്രപൂർവ്വം ഇവരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവന്നിരിക്കുന്ന അവൻ്റെ കെണികൾ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പടപൊരുതി മുമ്പോട്ട് പോകുവാൻ ഈ മക്കളെ സഹായിക്കണമേ. അവിടുത്തെ കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന സകല മേഖലകളിലേക്കും കർത്താവിൻ്റെ തിരുരക്തം തളിച്ച് നിങ്ങൾക്ക് വിടുതലും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ശിരസ്സ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. എങ്കിലും നീ സ്നേഹിച്ചു എങ്കിൽ